ഗസ യുദ്ധത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ ചില ഉപാധികൾ ഹമാസ് അംഗീകരിച്ചു. ഹമാസ് സമാധാനത്തിന് തയ്യാറായെന്നും ഇസ്രായേൽ ഉടൻ ഗസയിലെ ആക്രമണം നിർത്തണമെന്നും ട്രംപ് പറഞ്ഞു. ഗസയിലെ ആക്രമണത്തിന്റെ തീവ്രത കുറച്ച് ഇസ്രായേൽ ബന്ദിമോചനത്തിനായി ഒരുങ്ങുകയാണെന്ന് അറിയിച്ചു. ട്രംപിന്റെ 20 ദിന പദ്ധതിയിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഹമാസ് അംഗീകരിച്ചത്. മറ്റു കാര്യങ്ങളിൽ ചർച്ചയാകാമെന്ന തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. യുദ്ധാനന്തര ഗസ ഫലസ്തീൻ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചായിരിക്കണമെന്ന് ഹമാസ് പറയുന്നു. അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയോടെ താൽക്കാലിക ഫലസ്തീൻ ഭരണസമിതിയെ ഏൽപ്പിക്കാമെന്നാണ് നിലപാട്. ട്രംപിന്റെ മറ്റു നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്നും ഹമാസ് അറിയിച്ചു. ഹമാസിന്റെ പ്രതികരണം വന്നയുടനെ ട്രംപ് അതിനെ സ്വാഗതം ചെയ്തു. തന്റെ സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഹമാസിന്റെ സന്ദേശം പങ്കുവെക്കുകയും ചെയ്തു. ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗസയിലെ ആക്രമണത്തിന്റെ തീവ്രത ഇസ്രായേൽ കുറച്ചു. ആദ്യഘട്ടമായ ബന്ദിമോചനമാണ് നടക്കേണ്ടതെന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ 72 മണിക്കൂറിനകം മുഴുവൻ തടവുകാരെയും വിട്ടയക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് പറഞ്ഞു. സാവകാശം വേണമെന്നാണ് ഹമാസ് നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1.